ഹായ്, പോളീസ് കിച്ചണിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എനിക്കൊരു പനിയും ചുമയൊക്കെ വന്നു. ഒരു വല്ലാത്തൊരവസ്ഥയിലേക്കാണ്. കാറ്റും വല്ലാത്ത ഒരിത്. നമ്മുടെ വായനശാല വാർഷികം പൊടി പൊടിച്ച് നടക്കുന്നു. എനിക്ക് ഒന്നും പോയി കാണാനോ എടുക്കാനോ ഒന്നും പറ്റിയിട്ടില്ല. ഇന്നലെ നാടകം, ഇനി നാടകം, എനിക്കന്ന് കൈകൊട്ടിക്കളി. ഞാനിങ്ങനെ സ്റ്റാറ്റസൊക്കെ ഇടുന്നു എന്നല്ലാതെ ഒന്നും പോയി കാണാനൊന്നും പറ്റിയില്ല. എനിക്ക് വയ്യാത്തൊരു ഇതായതുകൊണ്ട് അത് എന്തെങ്കിലും വയ്യ. എനിക്കങ്ങ് നെഞ്ചിനകത്ത് ഇത്രയും മരുന്ന് കഴിച്ചിട്ടും എനിക്ക് അങ്ങനെ ഇങ്ങനെയൊന്നും ഈ ചുമയും ഇതൊന്നും വരില്ല. എങ്ങനെ വന്ന് പിടിപെട്ടു എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. വരാനുള്ളത് വന്നു. എല്ലാവർക്കും ഇപ്പോഴത്തെ ഈ പൊടിയും കാറ്റും കാരണം ഒരുവിധപ്പെട്ടവർക്കെല്ലാം ഉണ്ടെന്ന് പറയുന്നു. എന്നാലും എൻ്റെ അവസ്ഥ ഒരു വല്ലാത്ത അവസ്ഥ തന്നെയാണ്. എനിക്ക് ഭയങ്കര ഒരു വല്ലാത്ത അവിടുത്തെ അനൗൺസ്മെൻറ്റാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഒന്ന് അവിടെയൊക്കെ ആ പരിസരമെങ്കിലും പോയൊക്കെ ഒന്ന് കാണണമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും ഇന്നത്തിരി ചോറ് വെച്ച് ഈ മീൻ മോള് ഇന്നലെ വൈകിട്ട് അവർ വാങ്ങിക്കൊണ്ട് വന്നേന്ന് വെച്ചിട്ട് പോയതാണ്. അതൊന്ന് കട്ട് ചെയ്ത് നമുക്കൊരു മീൻ കറിയും പപ്പായയിൽ പോയൊരു പപ്പായ്ക്ക് അടുത്തുകൊണ്ടുവന്നൊരു തോരനോ എന്തെങ്കിലും വെച്ച് നമുക്ക് എന്തെങ്കിലും ഒരു വെച്ചതിന് ശേഷം ഞാൻ മീനൊന്ന് വൃത്തിയാക്കി എടുക്കട്ടെ. ആദ്യം അരി അടുപ്പിലിട്ടു. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷം. ഇപ്പോഴും നല്ല തണുത്ത കാറ്റാണ് ഇന്നടിക്കുന്നത്. ഇന്നെന്ത് പറ്റിയെന്ന് അറിയില്ല. ഇന്നലെ ഒരു ചെറിയ മന്ദാരവും അങ്ങനെയൊക്കെ ഉള്ളൊരു രാവിലെ ചെറിയൊരു മഴ പെയ്തു. ഇതൊക്കെയാണ്. അല്ലെങ്കിലും എനിക്ക് എന്തെങ്കിലും ഒരു വിശേഷ ഇതൊക്കെ വരുമ്പോഴത്തേക്ക് എനിക്കൊരു ഇങ്ങനെ വരുന്നത് അച്ചട്ടായിട്ടുള്ള കാര്യമാണ്. എന്തോ ഒരു വല്ലാത്ത ഒരു വല്ലാത്തൊരു അവസ്ഥയാണ്. അതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. അങ്ങനത്തെ ഒരിതാണ്. എല്ലാവരും ഉത്സവത്തിന് 2 ദിവസം കൊണ്ട് പോകുമ്പോൾ ഞാനിവിടെ ടി വിയുടെ മുമ്പ് ഇങ്ങനെ ഇരിക്കാറുണ്ട്. എനിക്ക് അന്നത്തെ കൈകൊട്ടിക്കളിയും ഇന്നത്തെ നാടകമൊക്കെ സൂപ്പർ നാടകമായിരുന്നു എന്ന് പറയുന്നതായിട്ട്. എനിക്ക് നാടകം കാണാത്തതിൽ അത്ര വിഷമമില്ല. പക്ഷേ കൈകൊട്ടിക്കളി അങ്ങനെ കണ്ടിട്ടില്ല ഞാൻ. എനിക്കത് കാണാൻ പോകത്തിലൊക്കെ ഒത്തിരി വിഷമമുണ്ട്. അതൊക്കെ നമുക്ക് എന്തെങ്കിലും കാണാമല്ലേ. ഇതൊക്കെ തന്നെയാണ് എൻ്റെ ഇത്. മോളൊക്കെ വായനശാലയിലുണ്ട്. അപ്പം ഞാൻ ഈ മീനൊന്ന് വൃത്തിയാക്കി എടുക്കട്ടെ. ഈ നല്ല സൂപ്പർ അയല നല്ല മോള് മേടിച്ചുകൊണ്ട് വന്നപ്പം നമുക്ക് കൂടെ വെച്ചിട്ട് പോയതാണ്. അതിന് മുന്നേ ഉള്ള ഈ ചാള വറക്കാനിരിപ്പുണ്ട്. വയ്യാതെ ആയതുകൊണ്ട് മീനൊന്നും വെപ്പില്ല. എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടി വയ്ക്കും. അങ്ങോട്ട് ചുമയും ശ്വാസം മുട്ടും അങ്ങോട്ട് കുറയുന്നില്ല. ഭയങ്കര ചുമയും ഇതാണ്. നമ്മുടെ ചാണപ്പാറ വായനശാലയിലെ പരിപാടി അങ്ങ് പൊടി പൊടിക്കുകയാണ്. ഞാൻ ചുമ്മാ ആരെങ്കിലും ഇടുന്ന സ്റ്റാറ്റസൊക്കെ അതിൽ നിന്ന് വെട്ടിയൊക്കെ ഇടുന്നതാണ്. അല്ലാതെ ഞാൻ പരിപാടിക്ക് ഒന്നിനും ഇതുവരെയും പോയില്ല. മിനിയാന്ന് നല്ല കൈകൊട്ടിക്കളി ഉണ്ടായിരുന്നു. ഇന്നലെ നാടകം ഉണ്ടായിരുന്നു. നല്ല സൂപ്പർ നാടകമായിരുന്നെന്ന് അണ്ണം വന്ന് പറഞ്ഞു. ഇന്ന് ലാസ്റ്റ് ദിവസമാണ്. ഇന്നും ഒരു നാടകമുണ്ട്. അപ്പം ഇന്ന് അവിടം വരെ ആ പരിസരമൊക്കെ ഒന്ന് കാണാനെങ്കിലും അവിടുത്തെ അനൗൺസ്മെൻറ്റുകളാണ് കേൾക്കുന്നത്. കുഞ്ഞു കുട്ടികളുടെ പരിപാടികൾ എന്ന് പറഞ്ഞാൽ കലോത്സവങ്ങളെല്ലാം നടക്കുകയാണ്. മോളൊക്കെ വായനശാല ഉണ്ടെന്ന് പറഞ്ഞു. അണ്ണം പോയിട്ടുണ്ട്. അയ്യോ, എനിക്ക് നെഞ്ചിനകത്തങ്ങ് ഭയങ്കര ഒരു വെപ്രാളം കണക്ക്. എനിക്കറിയില്ല ഇത് എങ്ങനെ വന്ന് പിടിപെട്ടു എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. എനിക്ക് അങ്ങനെ ഇങ്ങനെയൊന്നും ഒരു ചുമ പോലും വരാത്ത ഞാൻ വീട്ടിനകത്തിരിക്കുന്ന എനിക്ക് എന്ത് പറ്റിയെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. എനിക്ക് ജലദോഷവും ചുമയൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ അത് മാറാൻ ഒത്തിരി പാടാണ്. ഇങ്ങനെ പെട്ടെന്നൊന്നും എനിക്ക് വരുന്നതല്ല. വന്നു കഴിഞ്ഞാൽ പിന്നെ മിക്കവാറും ഞാൻ ഹോസ്പിറ്റലിൽ കിടന്ന് ഇഞ്ചക്ഷൻ എടുത്താണ് എനിക്ക് കുറയുന്നത്. പക്ഷേ ഇപ്പോൾ ഇത്രയും മരുന്നൊക്കെ കഴിച്ചിട്ട് പോലും എന്തോ എനിക്കറിയില്ല. കടയ്ക്കലോട്ടങ്ങനെ പോയാൽ മതിയായിരുന്നു. ഈ പോയ ഹോസ്പിറ്റലിൽ എന്തോ എനിക്കറിയില്ല. ഉള്ള പൈസ എത്രയാവുകയും ചെയ്ത് നെഞ്ചിനകത്തങ്ങ് ഒരു വല്ലാത്തൊരു വെപ്രാളമാണ് അങ്ങ്. അപ്പോൾ വൈകിട്ട് എന്തായാലും ഒന്ന് പോകണം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ കിച്ചൺ വീഡിയോ ഇതാണ്. അപ്പോൾ ഈ അയല എന്തായാലും ഒന്നൊന്ന് കറി വെച്ച് ഇതിൽ നിന്ന് ചാളയും വറുക്കണം. ഞാൻ അരി അടുപ്പിലേക്ക് ഇട്ടു. അത് തിളപ്പിച്ച് റൈസ് കുക്കറിലേക്ക് ഇറക്കി വെക്കണം. അപ്പം ഞാൻ ഈ മീനൊന്ന് വൃത്തിയാക്കി എടുക്കട്ടെ. നമ്മുടെ മീൻകറി വയ്ക്കാനായിട്ടുള്ള ചട്ടി അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്.
അപ്പോൾ അതിലേക്ക് നമുക്ക് ഒത്തിരി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അരി ഞാൻ ഇറക്കി വെച്ചു, തിളപ്പിച്ച് ഇറക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വായനശാലയിൽ പരിപാടി അങ്ങ് പൊടിക്കുന്നു. ഇപ്പം മാപ്പിളപ്പാട്ടാണ് നടക്കുന്നത്. നമുക്കിവിടെ ഇരിക്കുമ്പം കേൾക്കാം. അപ്പോൾ ഇപ്പം അനൗൺസ്മെൻറ്റ് ചെയ്യുന്നത് കേട്ടു. കുഞ്ഞുങ്ങളെയും കൊണ്ട് വന്നവർക്ക് ആവശ്യമായ ഭക്ഷണം രക്ഷിതാക്കൾക്കും അവർക്കും ഭക്ഷണമൊക്കെ എല്ലാം ഇവിടെ റെഡിയാണ്. അതിനൊന്നും ചാണപ്പാറ വന്നു കഴിഞ്ഞാൽ ആർക്കും ഒരു ബുദ്ധിമുട്ടും ഇല്ല. അല്ലെങ്കിലും പണ്ടേ അങ്ങനെ തന്നെയാണ്. ആരും വെള്ളം കുടിക്കാതെ പോവേണ്ട ഒരു ഇതൊന്നും അത്രയ്ക്ക് നല്ല ഒരു ഇടപെടലാണ് അവിടുത്തെ എല്ലാ കാര്യത്തിലും. ഇപ്പം ഇന്നത്തെയും ഒരാൾ സ്പോൺസറിങ്ങാണ്. അങ്ങനെ ഒരേ കാര്യങ്ങൾക്കും അത് തന്നെയാണ്. ആദ്യത്തെ ക്ഷീരകർഷക ദിനത്തിലും അന്നത്തെ ദിവസവും വന്നവർക്കെല്ലാം അതുണ്ടായിരുന്നു. പിന്നെ ഇന്ന് സമാപനമാണ്. അപ്പോൾ അവിടെ ഒരുപാട് നല്ല ഒരു മോൻ ചോദിച്ചുകൊണ്ട് പോകണം, നമുക്ക് പാനിപ്പൂരി കഴിക്കേണ്ടതെന്ന്. അപ്പം ഞാൻ ചോദിച്ചു, ഞാൻ കേട്ടോണ്ട് ഞാൻ ചോദിച്ചു എവിടെ പാനിപ്പൂരി? അപ്പം ഞാൻ ചാണപ്പാറോട്ട് പിന്നെ പോയില്ലല്ലോ. അപ്പോഴാണ് പറഞ്ഞത് ചാണപ്പാറ ഇങ്ങനെ ഷെഡിൻ്റെ 1-2 ഇതൊക്കെ ഉണ്ട്, കടയല്ലാതെ വേറെയൊക്കെ പാനിപ്പൂരിയുടെ കടയൊക്കെ ഉണ്ടെന്ന്. അപ്പം എനിക്കതൊക്കെ കേട്ടപ്പോൾ ഒന്ന് പോയി കാണണം എന്നുള്ള ഒരു മനസ്സ്. ഈ ശീതക്കാറ്റും കൂടെ അടിക്കുന്നതുകൊണ്ടായിരിക്കും ഇന്ന് ഒത്തിരി കൂടെ അങ്ങ് ഒരു വല്ലാത്ത ഒരു അന്തരീക്ഷം, വയ്യായിക നല്ലപോലെ കുറഞ്ഞ്. ഇത്രയും മരുന്ന് കഴിച്ചിട്ട് എന്തുകൊണ്ട് ഞാൻ ആലോചിക്കുന്നു, അന്നേ അങ്ങ് നമ്മളീ പോവേണ്ട ആശുപത്രിയിൽ അങ്ങ് പോയിട്ട് തിരിഞ്ഞ് വന്ന് അല്ല വരേണ്ടത് വഴി തങ്ങില്ല എന്ന് പറഞ്ഞ കണക്ക് ഇവിടുത്തെ കാര്യങ്ങളാണിതെല്ലാം. ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ എപ്പോഴും നമുക്കെപ്പോഴും നമ്മൾ ഗവൺമെൻറ് ഹോസ്പിറ്റൽ അല്ലെങ്കിൽ ഗോകുൽ അങ്ങനെയൊക്കെ ഉള്ള ഹോസ്പിറ്റലുകളിലാണ് ഞാൻ പോണത്. അപ്പോൾ കടയ്ക്ക് ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോകാമെന്നായിരുന്നു അന്ന്. അപ്പോൾ പോയി ഒരുപാട് തിരക്ക് കാണുമെന്ന് വിചാരിച്ചാണ് പോയിട്ട് ഒത്തിരി മുന്നോട്ട് പോയിട്ട് തിരിച്ചു വന്ന് ഈ ചിതറ പോകുന്നത്. പക്ഷെ അവിടെ എന്തോ എനിക്ക് അവിടെ പോയി സാധാരണ ഒരു തമ്പി ഡോക്ടർ എന്ന് പറഞ്ഞൊരു ഡോക്ടറാണ്. ആ ഡോക്ടറാണെങ്കിൽ നല്ല ഒരു മരുന്നൊക്കെ കഴിക്കുമ്പോൾ നമുക്ക് നല്ല നമ്മൾ ആവശ്യത്തിനുള്ള മരുന്ന് എഴുതി തരികയും കഴിക്കുകയൊക്കെ ചെയ്തത് പെട്ടെന്ന് അങ്ങ് കുറയും. ഇതെന്ത് പറ്റി? ആദ്യത്തെ ദിവസം ചെല്ലുമ്പോൾ എനിക്ക് നല്ല തുമ്മലും ജലദോഷവും ഉള്ളായിരുന്നു. ഇവരുടെ എല്ലാവരും ഇതാണോ എന്തോ എനിക്കറിയില്ല. പിന്നെ 3ൻ്റെ അന്ന് ഞാൻ ചെല്ലുമ്പോൾ എനിക്ക് ഭയങ്കര ചുമയും ശ്വാസം മുട്ടുമാണ്. അതാ പൈസ ആവുന്നതിന് ഒരു കണക്കും. അപ്പോൾ അവർക്കുള്ള അത് ഹോസ്പിറ്റലിൽ തന്നെ അങ്ങ് കടയ്ക്ക് ചെല്ലുമ്പോൾ അങ്ങനെയല്ല. ഒരുപാട് മാറ്റങ്ങളാണ്. പാവങ്ങളെ പിഴിയുന്ന ഒരു രീതിയാണ് ഈ ചിതറ ഹോസ്പിറ്റലിൽ. അത് വേറൊരു രീതിയാണ്. അപ്പം കടുവിട്ടു. എനിക്കൊന്നും അവിടെ പോകുന്നതിനോട് അത്ര ഒരു ഇതുള്ളതല്ല. മറ്റേ ഡോക്ടർ കൂടെ ഇല്ലെന്ന് പറഞ്ഞപ്പോൾ പിന്നെ അല്ലെങ്കിൽ നാസർ ഡോക്ടർ എൻ്റെ ഉടമ ഡോക്ടർ ഉണ്ടെങ്കിൽ ഒരു പ്രശ്നവുമില്ല. പക്ഷേ സ്റ്റാഫുകളായാലും കുറച്ച് പേര് അവരൊരു വല്ലാത്തൊരു രീതിയാണ്. എനിക്ക് എൻ്റെ മോളെ കുഞ്ഞിനെയും കൊണ്ടൊക്കെ ഒരു ദിവസം രാത്രി പോയപ്പോൾ നമുക്ക് ഒരു വേറൊരു രീതിയാണ്. അപ്പം നല്ല സ്റ്റാഫുകളും ഉണ്ട്, നല്ല ഇടപെടലും നല്ല ഈ കുറയാത്തോണ്ട് എനിക്കങ്ങ് വിഷമം. അപ്പം കടുവിട്ടു, വറ്റൽമുളകിട്ടു, കറിവേപ്പിട്ടു. ഇനി ഇതേ നമ്മളെ മീൻ വയ്ക്കാനായിട്ട് ചെറിയ ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, തക്കാളി. ഞാൻ വലിയൊരു ആഡംബരമായിട്ടൊന്നും കാണിക്കുന്നില്ല. കാര്യം പാത്രം ഞാൻ ആ അടപ്പിൽ തന്നെ വെച്ച് കാണിച്ചതെന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു ആഡംബരമായിട്ടൊന്നും ഇതാക്കുന്നില്ല. ചെറിയ മീൻകറി വയ്ക്കുന്നത് നമുക്ക് ചോറും എന്തെങ്കിലും ഒരു കൊച്ചുകൂട്ടാനും വെച്ച് ഒരു ഊണും അത് ആക്കുമ്പോഴത്തേക്കും നമുക്കൊരു ഊണാവുമല്ലോ. അതിന് വേണ്ടിയാണ് ഞാൻ. അപ്പോൾ ഇത്തിരി ഉപ്പും കൂടി അതിലേക്ക് ഇടുമ്പോഴത്തേക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് ഇതിഞ്ഞ് വാടി കിട്ടും. കൊഞ്ച് തീയൽ വെച്ച് നമുക്ക് ഇന്ന് കാലത്തെ കാപ്പിക്ക് കൂടെ കൂട്ടാനുണ്ടായിരുന്നു. എന്തായാലും കൊഞ്ച് തീയലൊരു സൂപ്പർ കൊഞ്ച് തീയലായിരുന്നു കേട്ടോ. കുറേ നാളുകൊണ്ട് കൂട്ടിയതുകൊണ്ടാണോ എന്നറിയില്ല. നല്ല സൂപ്പർ കൊഞ്ച് തീയലായിരുന്നു. അപ്പോൾ അതിലേക്ക് ഞാൻ ആവശ്യമായ
നമ്മൾ മറ്റേ പിരിയമുളകിൻ്റെ പൊടി തീർന്നു പോയി, അതായത് കാശ്മീരി ചില്ലി പൗഡർ തീർന്നു പോയി. ഇത് നമ്മൾ സാദാ പൊടിയാണ്, എന്നാലും നല്ല എരിയുള്ള പൊടിയാണ്. മറ്റത് ഇടുന്നതെന്ന് പറഞ്ഞാൽ കുറച്ച് കളർഫുള്ളിന് വേണ്ടിയാണ് നമ്മൾ മറ്റേ പൊടി കുറച്ച് ചേർക്കുന്നത്. ഒരു ശക്കലം കുരുമുളക് പൊടി കൂടെ ഇട്ടു. മഞ്ഞൾപ്പൊടി, ശകലം ഉലുവാപ്പൊടി. അപ്പോൾ ഇനി നമുക്ക് അതൊന്ന് വരട്ടി ആ എണ്ണയിലിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. എല്ലാവർക്കും കുടംപുളി, എനിക്ക് കുടംപുളിയേക്കാളും എനിക്കെപ്പോഴും പിഴുവ് പുളിയാണ് എനിക്കിഷ്ടം കേട്ടോ. നിങ്ങൾക്കൊക്കെ അങ്ങനെയാണോ? എനിക്കെപ്പോഴും നമ്മുടെ ഈ നാടൻ പുളിയാണ് എനിക്കിഷ്ടം. മറ്റേത് വയറ്റിന് അസുഖത്തിനും ഇവിടെ ഇരിപ്പോട്ട് നല്ല നാടൻ പുളി. പക്ഷേ എനിക്കെപ്പോഴും നമ്മുടെ ഈ പിഴുവ് പുളിയാണ് എനിക്കിഷ്ടം. മറ്റേത് നല്ലത് തന്നെ, പക്ഷെ എന്തോ എനിക്കെന്നാലും എപ്പോഴും ഇഷ്ടം കൂടുതൽ ഈ പുളിക്കാണ്. അങ്ങനെയാണ്. അതെനിക്ക് മാത്രമുള്ള കുഴപ്പമാണോ? അപ്പം ചാള വാങ്ങിച്ചു വെച്ചിരുന്നത്, ഇതെന്നലെ മോളൊക്ക മീൻ വാങ്ങിച്ചുകൊണ്ട് വന്നപ്പം അതിൽ അമ്മക്കൂടെ വാങ്ങിച്ചിട്ട്, അത് വാങ്ങിക്കുമ്പം അമ്മ ഉണ്ടെങ്കിൽ വാങ്ങിക്കുമ്പം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചില വൈകിട്ട് കഴിക്കാൻ വാങ്ങിച്ചുകൊണ്ട് വന്നപ്പോഴും നമുക്കൂടെ അതിൽ നിന്ന് വെച്ചിട്ട് പോയി. അങ്ങനെയൊക്കെ ചെയ്യും, വരുമ്പോൾ ഉള്ളപ്പോൾ അങ്ങനെ തന്നെയാണ്. അപ്പം മീൻ രണ്ടയല കുട്ടി ഇവിടെ വെച്ചിട്ട് പോയി. മോൾ ഇന്നലെ തന്നെ വെച്ച് കാണും. കാര്യം അവർക്ക് വായനശാലയിൽ പോകാനുള്ളത് കൊണ്ട് ഇന്നലെ തന്നെ കൂട്ടാൻ വയ്ക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ അത് വറണ്ടിട്ടുണ്ട്. അപ്പോൾ ഇതേ പുളി വെള്ളത്തിൽ ഇട്ടേക്കുന്നത് ഞാൻ അതിലേക്ക് അങ്ങ് ഒഴിക്കുകയാണ്. ഇനി നമുക്ക് ഞാൻ അതിൽ പോയി നമ്മൾ വാഴക്കൊല രാവിലെ അമ്പലത്തിലെ പെരുവാറ് വന്നപ്പോഴത്തേക്ക് കണ്ടപ്പം ചോദിച്ചു, കൊല രണ്ടും വെട്ടിയങ്ങ് കൊടുക്കാൻ എന്തെന്ന് ചോദിച്ചു. കാര്യം കാറ്റ് അങ്ങനത്തെ കാറ്റല്ലേ. ഒരു കൊല മോക്ക് വേണമെന്ന് പറഞ്ഞു. ഒരു കൊല ഞാൻ അണ്ണനോടെ പറഞ്ഞ് വിലയില്ലെങ്കിൽ എന്തിനാണ് നമ്മൾ വെട്ടി കൊടുക്കുന്നത്. അപ്പോൾ ഒരു കൊല അവർക്ക് വേണമെന്നുണ്ടെങ്കിൽ അവരെടുത്തും കൊണ്ട് അതിൻ്റെ പൈസ അവർ തരും. പൈസ തരുന്നത് എടുക്കത്തുനിന്ന് അവരാണ് എല്ലാ സാധനങ്ങളും ഇപ്പം വാങ്ങിച്ചുകൊണ്ടൊക്കെ തരുന്നത്. എന്നാലും അവർക്ക് കൊടുത്താൽ അവരത് കറക്റ്റായിട്ട് അങ്ങനെ ചെയ്യും. മക്കൾക്ക് കൊടുക്കുന്നതിന് അങ്ങനെ ഒരു കണക്കും കാര്യവും ഇല്ല, എന്നാലും അവരങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പം നമ്മുടെ മീൻകറി ഒന്ന് തിളയ്ക്കട്ടെ. എന്നിട്ട് വറക്കാനായിട്ട് ഞാനിവിടെ പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ചെറിയ ചാള ഞാൻ കണ്ടിച്ച് കൊണ്ടുവന്ന് വെച്ചിരിക്കുകയാണ്. ഇതേ കണ്ടോ അതിൽ നിന്ന് 2 ചാള എടുത്ത്. അപ്പോൾ അണ്ണനൊക്കെ മിക്കവാറും ഒന്നും ഇനിയിപ്പം ഉച്ചയ്ക്ക് അവർ ഭക്ഷണത്തിൻ്റെ കമ്മിറ്റിയിലുള്ളതാണ് അണ്ണൻ. മോള് കായിക ഇതിൽ കമ്മിറ്റിയിലുണ്ട്, അതുകൊണ്ട് അവരൊക്കെ അവിടെയാണ്. അല്ലെങ്കിൽ അവരങ്ങ് അക്കരെയാണല്ലോ. അപ്പോൾ ഞാൻ വിചാരിച്ചതാണ് ഇന്ന് എന്തായാലും ഒത്തിരി ഇത് വയ്ക്കണമെന്ന്. അങ്ങനെ ഒരു ഏത്തക്കൊലയിൽ പോയി 2 കായും കൂടി ഒരു കായ എടുത്തു. ഒരു കായ അല്ലാതെ നമ്മുടെ മലക്കറിയിലെ കായ കിടക്കുന്നു. 2 കൂടി ഇട്ട് ഒരു മുറി ക്യാരറ്റും ഒരു ഉരുളൻകിഴങ്ങും കൂടി ഇട്ട് ഒരു ചോറ്റിലിട്ട് പുരട്ടാനായിട്ടൊരു കുഞ്ഞ് അവിയലും കൂടി വെച്ചാൽ ധാരാളമായി. എന്ത് ചെയ്യാമെന്ന് പറഞ്ഞ് ആണ് ഞാൻ ഇരിക്കുന്നത്. നല്ല ചൂട്, കറി ഒന്ന് തിളയ്ക്കട്ടെ. അപ്പോൾ നമ്മൾ കറി വയ്ക്കുന്ന മീനെന്ന് പറഞ്ഞാൽ ഇതേ നല്ല ഫ്രഷ് അയല കണ്ടോ. ഞാൻ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന 2 അയല ഇന്നലെ മോൾ വെച്ചിട്ട് പോയതാണ്. അവർ നല്ല കറി വെച്ച് കാണും. അപ്പോൾ ഇതാണ് അയല. അപ്പോൾ ഞാനിത് ഇടോട്ട് വെച്ചിട്ട് അതിൽ നിന്ന് 2 മീനെടുത്ത് ഒന്ന് വറക്കാനായിട്ടുള്ള ഇത് നോക്കട്ടെ.
ഇതാണ് മറ്റേ മാപ്പിളപ്പാട്ടാണ് കേൾക്കുന്നത്. ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് എനിക്ക് അങ്ങനെ ജാതിയുടെ ആ ഒരു അങ്ങനെയൊന്നും നമുക്ക് ഇല്ല. എനിക്ക് ഒത്തിരി മുസ്ലിങ്ങൾ നല്ല കൂട്ടുകാർ അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പം ഞാൻ അവരെ കൂടെ ഇരുന്നൊക്കെ കൊച്ചിലേ എനിക്ക് അല്ലെങ്കിലും ആ ഒരു ഇതിന് ഭയങ്കര ഇഷ്ടമുള്ളൊരു ഇതാണ്. ഞാൻ പിരിവിന് പോകുമ്പം കളക്ഷന് പോകുമ്പം ഒരുപാട് മുസ്ലിം അപ്പോൾ എനിക്ക് ഒരു വീട്ടിൽ ചെല്ലുമ്പോഴത്തേക്കൊക്കെ ഓരോരുത്തർ എനിക്ക് പറഞ്ഞു തരും. ഇങ്ങനെ വീട്ടിൽ വരുമ്പോൾ വീട്ടിൽ വന്ന് കയറുമ്പോൾ ഇന്ന ഇത് ചെല്ലണം, അങ്ങനെയൊക്കെ ഒത്തിരി എനിക്കൊരു കാക്ക പറഞ്ഞു തന്നിട്ടുണ്ട്. അങ്ങനെയൊക്കെ എൻ്റെ മനസ്സിലിങ്ങനെ ലാ ഇലാഹ ഇല്ലല്ലാഹു അവർ ചെല്ലുന്നത്, വൈകിട്ട് വേദം ചെല്ലുന്നത്. പിന്നെ ഒരു കത്ത് പാട്ടിൻ്റെ കുറച്ച് വാപ്പ ഗൾഫിലിരിക്കുമ്പം ചെല്ലുന്നത്. പോസ്റ്റ്മാനെ കാണുമ്പോൾ എഴുത്തുണ്ടോ എന്ന് ചോദിക്കുന്നത്. പിന്നെ അങ്ങനെ കുറച്ച് മാപ്പിളപ്പാട്ടൊക്കെ എനിക്കറിയാം. മനുഷ്യ നീ മണ്ണാണെന്നോർക്കുന്നുണ്ടോ, അസുറാഫിൽ രൂപം കാത്തിരിക്കുന്നുണ്ടോ, ദുനിയാവിൽ സ്ഥിരമിൽ പിരിയും നേരം സഖിയാര് മുതലാവി സുബ്ഹാനല്ലോ, നിസ്കാരം നോമ്പും നോക്കിയിട്ടില്ല, സൽക്കാസനാമ്പൊന്നും ചെയ്തിട്ടില്ല, പരലോക ശിക്ഷ നീ ഓർത്തിട്ടില്ല, മനുഷ്യ നീ മണ്ണാണം ഓർക്കുന്നുണ്ടോ. അത് അന്നത്തെ ഒരു ഓർമ്മയിൽ ഞാൻ പാടിയതാണ്. മൊത്തം തെറ്റാണോ ഒന്നും അറിയത്തില്ല, അവർ ഓർമ്മയിലങ്ങ് പാടിയതാ. നിങ്ങളെന്നെ പൊങ്കാലിടാൻ വരല്ലേ. നമ്മുടെ കറി തിളച്ച് വരുന്നുണ്ട് കണ്ടോ. അപ്പോൾ നമുക്ക് നമ്മുടെ കറി വയ്ക്കാനുള്ള മീൻ അങ്ങ് അതിലേക്ക് ഇടാം. ഒന്നാനാം കൊച്ചു തുമ്പി എൻ്റെ കൂടെ പോരാമ, എൻ്റെ കൂടെ എനിക്ക് കറി വേവട്ടെ, നല്ലപോലെ വെന്ത് കറിയൊക്കെ പറ്റി വരട്ടെ. നമുക്കങ്ങ് അടച്ചിടാം. ഇനി നമുക്ക് ഈ പാൻ കണ്ടോ, 2 ചെറിയ ചാള വറുക്കാമെന്നും പറഞ്ഞ് ഞാൻ പാൻ അടുപ്പിലേക്ക് വെച്ചു. ഒരു തുള്ളി എണ്ണ അതിൽ ഒഴിച്ചിട്ടുണ്ട്. അനൗൺസ്മെൻറ്റ് കേൾക്കുന്നു. ഇനിയിപ്പോൾ അത് നിർത്തിയിട്ട് ഊണായിരിക്കും. ഊണ് കഴിഞ്ഞ് ഉടനെ അടുത്ത വീണ്ടും മത്സരം തുടങ്ങും. ഇന്നുകൊണ്ട് സന്മാർഗദായിനിയുടെ പ്രാവശ്യത്തെ വാർഷികം തീരും. ഇങ്ങനെ എൻ്റെ ഒരു ഓർമ്മയിൽ ഒരു കുഗ്രാമമായിട്ട് കിടന്ന ആ ഒരു ഗ്രാമം ഇന്ന് ഈ നിലയ്ക്ക് ഇത്രയും നല്ല ഒരു രീതിക്ക് വളർന്ന് പന്തലിച്ച് ഇത്രയും നല്ലൊരു നാടായെങ്കിൽ അതിന് പിന്നിൽ പ്രവർത്തിച്ച കുറച്ച് ചെറുപ്പക്കാരുടെ കരുത്തും അവരുടെ കഷ്ടപ്പാടും തന്നെയാണ്. നമ്മുടെ ഇതുവഴി ഇപ്പോൾ ഒരു ബസ് എത്രയോ വർഷം കൊണ്ടൊരു ബസ്സായി. പിന്നെ പല പല നല്ല നല്ല കാര്യങ്ങൾ. പക്ഷേ ഇത്രയും നല്ല കാര്യങ്ങൾ നടക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഒരു കുറ്റം വന്നാൽ അത് പൊക്കിപ്പിടിച്ച് ആ നാട് എങ്ങനെ നശിപ്പിക്കാമെന്നുള്ള ഒരിത് കുറച്ച് ആൾക്കാർ, അതൊക്കെ ഒരു വിഷമമുള്ള കാര്യമാണല്ലേ.
നമ്മുടെ നാടിനെക്കുറിച്ചൊക്കെ പറയുന്ന കേൾക്കുമ്പോൾ നമുക്ക് വിഷമമില്ലേ? വിഷമമുണ്ട്, ഒത്തിരി വിഷമമുണ്ട്. അതും അത്രയും കഷ്ടപ്പെടുന്ന ആൾക്കാരെക്കുറിച്ചൊക്കെ ആകുമ്പോൾ നമുക്ക് വിഷമം തോന്നാറുണ്ട്. അതെന്തോ ആവട്ടെ. അപ്പം നമ്മുടെ മീൻ വറുക്കാനായിട്ട് വെച്ചു. ഈ മീൻ കറി അടുപ്പിലേക്കും വെച്ചു. അപ്പം ഞാൻ ഒരു ഏത്തക്ക പോയി അതിൽ നിന്ന് വിരിഞ്ഞുകൊണ്ട് വന്നു. കറ ഒലിക്കുന്നുണ്ടോ? അപ്പോൾ അതൊന്നിട്ട് അതും എന്തെങ്കിലും ഇട്ടൊരു നമുക്ക് ചോറ്റിലിട്ട് ചവിടാൻ വേണ്ടി ചെറിയ അവിയലുണ്ടാക്കാം. നമ്മളെ മീൻ പൊരിച്ചത് നല്ല ഇതായിട്ടുണ്ട്, ഇറക്കാം. ഇനി നമ്മുടെ മീൻ കറി നോക്കാം. ഉണ്ടോ? മീൻകറി ഇവിടെ പറ്റാനുണ്ട്, ഒന്ന് പറ്റി വരട്ടെ. നമ്മൾ ഈ പാനിലേക്ക് ഒരു തുള്ളി എണ്ണ ഒഴിച്ചാൽ പക്ഷേ എണ്ണ ഒഴിക്കാതെ മീൻ പറക്കി ഇടാനും പറ്റില്ല. അതാണുള്ള കുഴപ്പം. അപ്പോൾ നമുക്ക് ഇനി ആ മീൻ ഇപ്പുറത്തേക്ക് മാറ്റിയിട്ട് മീൻ ഇനി ഇപ്പുറത്തെ അടുപ്പിലേക്ക് മാറ്റിയിട്ട് നമുക്ക് അവിയൽ ഇതൊന്ന് കോച്ചിലിട്ട് ഒന്ന് ഇതാക്കാൻ ശക്കല അവിയൽ അരിഞ്ഞ് വെച്ചിരിക്കുന്നു. കണ്ടോ കണ്ടോ? ഏത്തക്ക കണ്ടോ? നല്ലപോലെ വിളഞ്ഞു, കാണുമ്പം നല്ലപോലെ വിളഞ്ഞ് ഇതായി. ഇത് ആണ് ഞാൻ വിളവ് കുറഞ്ഞ കൊലയെന്ന് പറഞ്ഞത്. മറ്റേത് ഇതിൽ നിന്ന് നല്ലപോലെ വിളഞ്ഞ കൊലയാണ്. നമ്മുടെ മീൻകറി ഇരുന്ന് പറ്റി വരട്ടെ. അപ്പോൾ നമുക്ക് അവിയലിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഏത്തക്ക ആയതുകൊണ്ട് അപ്പോൾ അത് വേവട്ടെ. നമുക്ക് അപ്പോഴത്തേക്ക് അരപ്പ് തയ്യാറാക്കാം. നമുക്ക് അവിയലിൽ ഉപ്പും അരപ്പും ഇട്ട് കൊടുക്കാം. ശകല പച്ച വെളിച്ചെണ്ണ കൂടി എല്ലാം ഒഴിച്ച് വയ്ക്കാം. അപ്പോൾ അതിൻ്റെ ആ ഒരു പച്ചപ്പൂടി അങ്ങ് മാറും. പച്ച വെളിച്ചെണ്ണ ഇനി നമുക്ക് നമ്മുടെ ചോറ് ഊറ്റി കൊണ്ടുവന്ന് പൊരിക്കണം. ഞാൻ അരി ഊറ്റിയിട്ടിരിക്കുകയാണ്. നമുക്ക് നൂർത്തെടുക്കാം. കണ്ടോ അരി? നമുക്ക് ഇന്നത്തേക്കും നാളത്തേക്കുമായി. ഞാനങ്ങനെ ചോറ് തീറ്റിയില്ല, അതുകൊണ്ടാണ് അരക്കലം ചോറ് വയ്ക്കുന്നത്.
ഇന്നലെ വന്നപ്പോൾ വായനശാല വാർഷികത്തിൻ്റെ കമ്മിറ്റി ഇതൊക്കെ അവരൊക്കെ ഭക്ഷണത്തിൻ്റെ ആൾക്കാരാണ്, ഭക്ഷണത്തിൻ്റെ ചുമതലയാണ് അവർക്കൊക്കെ. വൈകിട്ടത്തേക്ക് വേണ്ടു. ഇന്നലെ ചോറ് വെച്ചില്ല, ചോറ് ഉണ്ടായിരുന്നു, പക്ഷെ എടുത്തിട്ടും അത് എടുക്കേണ്ടി വന്നില്ല. മോളൊക്കെ അവർക്ക് കാപ്പി എന്ന് ഭക്ഷണം അത് വൈകിട്ടത്തേക്ക് അവർക്ക് മേടിച്ചുകൊണ്ട് വന്നപ്പോൾ നമുക്ക് കൂടി ഇവിടത്തേക്ക് ഞാൻ ആകെ ഇന്നലെ അത് തന്നെ കഴിച്ചത്. എന്തെങ്കിലും അങ്ങനെ ഉള്ള ആ ഒരു ഇത് കൊണ്ടുവന്നപ്പോൾ പിന്നെ അതിൽ നിന്ന് ഒരെണ്ണം എടുത്ത് കഴിച്ചു. പിന്നെ ഇരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇത് കഞ്ഞിവെള്ളം, അരി വാർത്ത കഞ്ഞിവെള്ളം, അത് കുടിക്കാൻ വെള്ളം ഇട്ട് ഞാൻ തിളപ്പിച്ച് വെച്ചിരിക്കുന്നതാണ്. പിന്നെ ആ പാനിലിരിക്കുന്നത് മീൻ വറുത്തതാണ്. പിന്നെ വേറെ ഒന്നുമില്ല. മിക്സിയിലെ ജാറും മുട്ട വയ്ക്കുന്ന കുറ്റി, അല്ലാതെ വേറെ ഒന്നും ഇരിപ്പില്ല. പാത്രങ്ങളൊക്കെ എല്ലാം അങ്ങ് മണ്ടയിൽ കയറ്റി വെച്ചിരിക്കുകയാണ്. അത് ഉപ്പ് ഭരണിയാണ്, ഒന്നുമില്ല. പിന്നെന്താ പറയാൻ, ഇതൊക്കെ തന്നെ നമ്മുടെ സാധനങ്ങളൊക്കെ എല്ലാം ഇങ്ങനെ അടുക്കി, ഈ പാത്രങ്ങളെല്ലാം മണ്ടയിൽ ഇങ്ങനെ അട്ടപ്പാത്രങ്ങളൊക്കെ അടുക്കി വെച്ചിട്ടുണ്ട്. കാറ്റ് ഇതേ എപ്പോഴും വന്ന് ചടപടാതെ അടയും. അങ്ങനെ അവിടെ അടുത്ത് ഇങ്ങനെ തട വച്ചിരിക്കുകയാണ്. വീട്ടിലോട്ട് കയറുമ്പം എന്തോ പറയാൻ, ഉത്സവമായതുകൊണ്ടായിരിക്കും നമ്മുടെ തൂപ്പുകാരി ഇന്ന് നാളെ വരുള്ളൂ. മറ്റേ ഞായറാഴ്ച ദിവസമാണ് വരുന്നത്, ഇന്ന് വന്നില്ല. പിന്നെ ഭയങ്കര കാറ്റ് ഭയങ്കര കാറ്റാണ്. എൻ്റെ അമ്മ ഇരുന്ന് നോക്കുന്ന കേട്ടോ. എൻ്റെ അമ്മയെ വല്ലപ്പോഴാണ് നിങ്ങൾക്ക് വീഡിയോയിൽ കാണിച്ചു തരട്ടെ. എൻ്റെ അമ്മ സന്തോഷിച്ചിരിക്കുന്ന കേട്ടോ. എൻ്റെ അമ്മ എപ്പോഴും ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ നിന്ന് മനസ്സ് നിറഞ്ഞിങ്ങനെ അവിടെ ഇരിപ്പുണ്ടെന്ന്. ഇങ്ങനെ ഇരിപ്പുണ്ട്. അപ്പം നമുക്ക് എന്തായാലും വന്നില്ലേ, ഞാനൊന്ന് ഹാളിലേക്ക് കൂടെ നമുക്ക് പോയിട്ട് കിച്ചണിലേക്ക് പോവാം. ഞാനിന്ന് അവൾ വരാത്തത് കൊണ്ട് ഞാൻ ടീപ്പോയി അങ്ങ് പിടിച്ച് അങ്ങ് അവിടോട്ട് പിടിച്ചങ്ങ് ഇട്ടു. ഇതേ കണ്ടോ, നമ്മുടെ ചെടികൾ കണ്ടോ, ഇതൊക്കെ എൻ്റെ ഡെക്കറേഷനാണ്. ഇത് കണ്ടോ, എത്രയും ഇങ്ങനെ വളർന്നിഞ്ഞ് വന്നു. വേറെയൊക്കെ കൊണ്ട് അതിൽ കൂടെ കൊണ്ട് അതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ നട്ട് വെച്ചു. ഇതെന്തേ ഇങ്ങനെ വളർന്നിറങ്ങി കണ്ടോ. നമ്മൾ കുടവണ്ടിയപ്പം ഇവിടെ ഇരിപ്പുണ്ട്. പിന്നെ ഇതാണ് എനിക്കിപ്പം കിട്ടിയ സ്നേഹാദരവ് വായനശാലയിൽ നിന്ന്. ഇത് പഞ്ചായത്തിൽ നിന്ന് കിട്ടിയതാണ്. അത് നമ്മുടെ കുടുംബ ഇതിൽ നിന്ന് കിട്ടിയതാണ്. ഇത് എൻ്റെ മോൻ്റെയും മോളെയും കല്യാണ ഫോട്ടോയാണ്. അത് മോക്കുള്ളതും ഇത് മോൻ്റെ കണ്ടോ. ഇത്രയൊക്കെ തന്നെയാണ് നമ്മുടെ വിശേഷങ്ങൾ കണ്ടോ. പിന്നെ നമ്മുടെ കതവ് തുറന്ന് ഫ്രണ്ടിലോട്ടിറങ്ങിയാൽ കതവൊന്നും തുറന്നിടാൻ പറ്റത്തില്ല, കാറ്റ്. ഈ സ്റ്റാറങ്ങ് അടിച്ചു വെച്ചില്ല. നമ്മുടെ ചെടിയാശാനെല്ലാം ഇവിടെ നിൽപ്പുണ്ട്. ഇതിൽ കണ്ടോ, നിറച്ച് പൂ നിൽക്കുക കേട്ടോ. കണ്ടോ, നീലശംഖുപുഷ്പം നിറച്ച് പൂവും കായുമായിട്ട് നിൽക്കുക. ഇത് കണ്ടോ, എൻ്റെ ഒരു ഭംഗിയുണ്ടോ, ശിവൻ്റെ ആ ഒരു ഇതുണ്ടോ, കാണുന്നുണ്ടോ? വെയിലായതുകൊണ്ട് ഇതെല്ലാം പൂവാണ്. ഇത് കണ്ടോ, ഇതെല്ലാം പൂവാണ്. അപ്പോൾ നിറച്ച് കായും പിടിച്ചിട്ടുണ്ട്.
ഇതിലെല്ലാം തൈ പൊട്ടി വരുന്നുണ്ടോ? ഇതുണ്ടോ? ഇതിലെല്ലാം നിറച്ച് തൈ പൊട്ടി വരുന്നുണ്ട്. ഇതുണ്ടോ? ഉണ്ടോ? ഇതിലൊരു സൈസ് പൂവാണ് കേട്ടോ. ഇതിൽ നിൽക്കുന്ന ഇതാണ് പൂ. കണ്ടോ? കണ്ടോ? ഇതിൻ്റെ പൂ ഇതാണ്. കണ്ടോ? പിന്നെ ഇതിൽ നിന്ന് ഒരു തൈ ഞാൻ മാറ്റി വേറൊന്നിനും നട്ടു. അപ്പോൾ ഇത് വീണ്ടും അടുത്ത തൈ അതിലേക്ക് വരുന്നുണ്ടോ? പിന്നെ അത് ഇഷ്ടംപോലെ അങ്ങ് ഇതായി. കണ്ടോ? അപ്പുറത്ത് ക്യാമറ വച്ചിരിക്കുന്നു. കണ്ടോ? അത് ആവശ്യമാണ്, ഒരു വീട്ടിലേക്ക് ആവശ്യമാണ്. എല്ലാ വീടുകളിലും ഉണ്ട് എന്ന് പറഞ്ഞാൽ ഏതൊരു വീട്ടിനും ഇപ്പം ആവശ്യമുള്ളൊരു കാര്യമാണത്. നമ്മളെ വാഴക്കൊലയൊക്കെ ഒടിഞ്ഞു വീണു. നമ്മൾ സ്റ്റാറങ്ങളൊക്കെ വെച്ചില്ല. മണി കിലുങ്ങുന്നത്, വെളിയിൽ കിടക്കുന്നതും ഞാനകത്ത് മേടിച്ചിട്ടേക്കുന്നത് കിണമതിയുടെ അസൂയയ്ക്കും കുശുമ്പിനും മരുന്നില്ലെന്ന് പറഞ്ഞുള്ള ഒരു അനുഭവമാണ്. കണ്ടോ? അപ്പം നമ്മളൊരു റൗണ്ട് കറങ്ങിയിട്ടൊക്കെ വന്നപ്പോൾ നമ്മുടെ അവിയലൊക്കെ റെഡിയായോ നമുക്കൊന്ന് നോക്കാം. തീ കുറച്ച് വെച്ചത് എനിക്ക് പറ്റുന്ന മണ്ടത്തരങ്ങളെല്ലാം അങ്ങനെയാണ്. അങ്ങോട്ടങ്ങോട്ട് തീ കുറച്ച് വയ്ക്കും. കുഴപ്പമില്ല, അതുകൊണ്ട് മുട്ടിപ്പിടിച്ചില്ല. എൻ്റെ അമ്മയുടെ ഇഷ്ടപ്പെട്ട സാധനങ്ങളാണ് ഏത്തക്ക. ഏത്തക്ക കിട്ടിയാണ്ടല്ലോ അമ്മ പെട്ടെന്നത് അവിയലാക്കും, അല്ലെങ്കിൽ അമ്മ അത് പുഴുങ്ങും, അവിക്കും. അമ്മയ്ക്ക് ഏത്തക്ക കിട്ടിയ ഭയങ്കര ഒരു ഇതാണ്. അപ്പം നമ്മുടെ അവിയൽ ഇവിടെ റെഡിയായിട്ടുണ്ട്. നമുക്ക് ഉച്ചയൂണ് കഴിക്കാം. പിന്നെ സൂപ്പർ അവിയൽ റെഡിയായിട്ടുണ്ട്. കഴിക്കുന്നെങ്കിൽ ഇങ്ങനത്തെയൊക്കെ അവിയൽ കഴിക്കണം അല്ലേ. പിന്നെ നമ്മുടെ മീൻകറി എന്തോ പരുവായെന്ന് ഒന്ന് തുറന്ന് നോക്കാം. അത് തീ ഇല്ലാത്ത അടുപ്പിരിക്കുകയാണ് കേട്ടോ. അതിൽ തീ എരിയുന്നില്ല, ചെറിയ ഒരു തീയെ വരും. അതുകൊണ്ട് തീ വളരെ കുറച്ചെരിയുന്നൊരടുപ്പാണ്. അപ്പോൾ നമുക്ക് ഈ അവിയൽ, നല്ല സൂപ്പർ അവിയൽ ഞാനിനി മാറ്റുകയാണ്. എന്നിട്ട് നമ്മുടെ തീ ഉള്ള കുറച്ച്, ഇതിലും തീ കുറവാണ്. നമ്മുടെ ഗ്യാസ് 2-3 എണ്ണം ഉണ്ട്. അതൊന്ന് കൊണ്ടുപോയി റെഡിയാക്കിയേ പറ്റുള്ളൂ. നമുക്ക് മീൻകറി നമ്മുടെ പഴയ അടുപ്പിലേക്ക് അങ്ങ് മാറ്റാം. അല്ലെങ്കിൽ അങ്ങ് അകത്ത് വെച്ചിരുന്നെങ്കിൽ
ഇപ്പോഴും റെഡിയായി ഉണ്ടോ. നമ്മുടെ മീൻ കറിയും റെഡിയായി. ഇപ്പം നമ്മുടെ ഊണ് റെഡിയാവാൻ ഇനി നമ്മുടെ ഈ ചോറെടുത്ത് പൊരിക്കാനായിട്ട് കൂടി അങ്ങ് വയ്ക്കട്ടെ. നമ്മുടെ ഊണ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി കഴിച്ചാൽ മതി. അപ്പോൾ അവിയൽ അടച്ച് വയ്ക്കട്ടെ. ഇനി 1-2 പാത്രങ്ങളുണ്ട്, അതുകൂടെ ഒന്ന് കഴുകി വെച്ച് നമ്മുടെ ജോലി തീരും. കണ്ടോ, തേങ്ങ ഫ്രിഡ്ജിലേക്ക് വയ്ക്കാം നമുക്ക്. അത്രയേ ഉള്ളൂ. ഉച്ചയ്ക്ക് ശേഷമുള്ള പരിപാടി തുടങ്ങുന്നു. അനൗൺസ്മെൻറ്റ് ചെയ്യുന്നു. എല്ലാവരും ഊണൊക്കെ കഴിച്ചിട്ട് ഉച്ചയ്ക്ക് ശേഷമുള്ള പരിപാടി തുടങ്ങുകയാണ്. അന്നമ്മയ്ക്കാറും ഉച്ച ഊണിൻ്റെ പരിപാടി ഇപ്പോൾ കഴിയുമ്പോൾ ഇനി വരും. ഭക്ഷണത്തിൻ്റെ ഇത് കഴിയുമ്പോൾ ഇനി വരാം. മോള് ഭക്ഷണത്തിൻ്റെതും പിന്നെ കായിക ഇതിലുണ്ട്. പിന്നെ മാത്രമല്ല മോൻ കുട്ടൂസമ്മൻ്റെ മോണമൊക്കെ എന്തൊക്കെയുണ്ട്. ചെരിച്ച് പട്ടി കുരയ്ക്കുന്നത് ഇവിടെ കുറേ ദിവസം കൊണ്ട് ഇവിടെ അങ്ങ് കുരച്ചുകൊണ്ട് നടക്കുക. അതെല്ലാം കണ്ടാലും കേട്ടാലും പറ്റുമോ എന്തോ എനിക്കറിഞ്ഞൂടെ പൊന്നെ. ഓട്സ് കാച്ചിയത് ഇന്നലത്തെ ഇത്തിരി ഇരുന്നതാണ്. എല്ലായിടവും വിളിക്കുന്നിടത്തെല്ലാം പറയുന്നു ഇതേപോലെ കാറ്റ്. എല്ലാവർക്കും എൻ്റെ കൂട്ടുകാരി പെണ്ണ്, ജോലിക്ക് നിൽക്കുന്ന പെണ്ണ് വരെയും പറയുന്നു അവിടെ വരെയും അവർക്ക് ജലദോഷവും ഇതൊക്കെ തന്നെ. എന്നാൽ കാലാവസ്ഥ വളരെ മോശം. എന്താ ചെയ്യാനാ? ഇനി നമുക്ക് നമ്മുടെ ഊണ് കഴിച്ചാൽ മതി. നമ്മുടെ ജോലി തീരുമ്പം അപ്പോഴപ്പോഴും കഴിയിട്ടാൽ അതിൻ്റെ കൂടെ അങ്ങ് കഴിയിട്ടാൽ ജോലി അങ്ങ് തീരും. കയ്യിലൊന്നും ഒരു സാധനം എടുത്താൽ നിൽക്കില്ല. ആ നഖത്തിൻ്റെ ഒരു 2 വിരലിൻ്റെ ഒരു പ്രശ്നം വന്നത്
ആ 2 വിരളിൽ വന്ന പ്രശ്നം നമുക്ക് ഇന്നിപ്പം പത്രത്തിൽ കിടക്കുന്ന നമുക്ക് K4 കെയറുകാർക്ക് നാട്ടിലേക്ക് പോകാനുള്ള ഒരുപാട് ജോലി സാധ്യത മുന്നേറ്റം ഗൾഫിലേക്കല്ല, അതിൽ നിന്നും K4 കെയറിൻ്റെ കുടുംബശ്രീ K4 കെയറുകാർക്ക് അതിൻ്റെ ഒരു ഇതുവരെ വന്നിട്ടുണ്ട്. 55 വയസ്സുവരെ പ്രായപരിധിയുണ്ട്. നല്ല കാര്യം തന്നെയാണ്. എന്തായാലും അതൊക്കെ ഒരു നല്ല കാര്യം തന്നെയാണെന്നാണ് എൻ്റെ അഭിപ്രായം. പോയി രക്ഷപ്പെടാനൊക്കെ ഒരു നല്ല മാർഗം കിട്ടുകയാണെങ്കിൽ അത് നമ്മളൊക്കെ K4 കെയറിൻ്റെ ഫസ്റ്റ് വർഷം ഇതാണ് കിട്ടുന്നത്. പാല് മേടിക്കുന്ന കുപ്പിയാണ്. കഴുകി വെച്ചാൽ നമ്മൾ മാത്രമേ ഉള്ളതുകൊണ്ട് നമുക്ക് ചായക്ക് 1 ഗ്ലാസ് പാൽ നമ്മൾ മേടിക്കും. അപ്പോൾ അത് അങ്ങ് കഴുകി വെച്ചാൽ അതങ്ങ് കൊടുക്കാം. അപ്പോൾ ഇതൊക്കെ തന്നെയായിരുന്നു ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങൾ. എൻ്റെ ജോലിയൊക്കെ തീർന്നു. സ്പീഡിനാക്കിയിട്ട് ചെയ്യാൻ എനിക്കത്ര ഒരിതല്ല, അതുകൊണ്ടാണ് എല്ലാം കുറേ പഠിക്കാനുണ്ട് ഇനി. അപ്പം നമ്മുടെ ഊണ് റെഡി ആയിട്ടുണ്ട്. കൂത്ത് എല്ലാം പാത്രമൊക്കെ കഴുകി വെച്ചു. പാത്രമൊക്കെ കഴുകി റെഡിയാക്കി. കണ്ടോ, തൂത്ത് ഭയങ്കര കാറ്റ്. ഇത് ചെയ്യും. ഇനി എനിക്ക് തിന്നാനുള്ള ചോറിടട്ടെ. എന്നിട്ട് നമുക്ക് കുത്തുപോയിരുന്ന് ചോറ് കഴിക്കാം. എന്താ അല്ലേ എൻ്റെ ശരി അല്ലേ? അപ്പം എനിക്ക് ചോറിടട്ടെ. കാണത്തില്ലേ? ഒന്നും വന്നിട്ടുണ്ട്. ചോറൊക്കെ കഴിച്ചിട്ട് വന്നു. ചോറ് കഴിച്ചില്ലേ എന്ന് ചോദിക്കുന്നു. അവർക്കൊക്കെ ചോറ് കഴിച്ചാൽ പോരെ അല്ലേ? നമുക്ക് അത് പോരല്ലോ. ചോറ് ചുമ്മാ ഇട്ട് പാഴിക്കളയണ്ട. അപ്പം
ഇനി അവിയലെടുക്കാം. അവിയൽ ഇത്തിരി കൂടുതലെടുക്കാം. ഇനി നമുക്ക് നമ്മുടെ മീൻ കറിയും കൂടി, ചോറ്, അവിയൽ, നമുക്ക് നമ്മുടെ നല്ല അയല മീനാണ് കേട്ടോ. നല്ല സൂപ്പർ അയല മീനാണ്. തീ കുറച്ച് വയ്ക്കാം, നമുക്ക് പറ്റി വരട്ടെ. എന്നിട്ട് വറുത്തത് ചാളയായതുകൊണ്ട് കൊണ്ടൊന്ന് എടുക്കണം. എന്നിട്ട് നമുക്ക് കുടിക്കാൻ നല്ല നാടൻ കഞ്ഞിവെള്ളം ഇരിക്കുന്നു, അരി വാർത്ത. അതിൽ ഉപ്പൊക്കെ ഇട്ട് കുടിച്ചാൽ നമുക്ക് ക്ഷീണവും മാറും അല്ലേ. കുടിച്ചതുമായി ഇത് കണ്ടോ, നല്ല സൂപ്പർ നാടൻ കഞ്ഞോളം. എനിക്കിത് ചൂട് കഞ്ഞോളം കുടിക്കുന്നത് ഭയങ്കര ഇഷ്ടം. നിങ്ങൾക്ക് കഞ്ഞോളം ഇഷ്ടമാണോ? ആരോടെ ചോദിക്കാനാ? ആർക്കും കമൻ്റ് ഇടാനൊന്നും പയ്യല്ലോ. കമൻ്റ് ഇട്ടൊക്കെ തളർന്നു പോയി. അപ്പം ഞാനെൻ്റെ ഊണും അപ്പം ഞാൻ ഊണ് കഴിക്കാനായി കൊണ്ടുവന്നു. കണ്ടോ കണ്ടോ, ഇത്തിരി ചോറും തോനവിയലും മീൻകറി, 2 കുഞ്ഞ് ചാള വറുത്തത്. അപ്പം ഞാൻ ചോറ് കഴിക്കട്ടെ. എന്താ, അതിനോടൊപ്പം നല്ല നാടൻ ചൂട് കഞ്ഞിവെള്ളം. ഇഷ്ടമായോ എൻ്റെ ഊണ്? ഇന്നത്തെ വീഡിയോയും നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ അപ്പം ഞാൻ എൻ്റെ ഊണ് കഴിക്കട്ടെ. അപ്പം എൻ്റെ കുഞ്ഞൻ ഊണ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് ആ സബ്സ്ക്രൈബ് ബട്ടനും കൂടെ ഒന്ന് അമർത്തണേ. അമർത്തിയിട്ട് ഓളെന്നുള്ള ഓപ്ഷൻ ഒന്ന് അമർത്തി വെച്ചാലേ ഞാനിടുന്ന കുഞ്ഞു കുഞ്ഞു വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ അടുത്ത നല്ല വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ടാറ്റാ, ബൈ.